മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഞാൻ പച്ചമലയാണെന്ന് ചോദിക്കുക, നിങ്ങളൊക്കെ തീട്ടമാണോ വായിക്കുന്നത്? ഒരു സംഭവമുണ്ടായി. ഒരു ചെറുപ്പക്കാരന്റെ ഇരു കാലുകളിലുമായി 28 വെട്ടാണ് ഫാറൂഖ് എന്ന് പറയുന്ന ക്രിമിനലും അവന്റെ ജ്യേഷ്ഠനായ റാഫി എന്ന് പറയുന്ന തെമ്മാടിയും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മണ്ഡല നേതാവായ റാഫി ഒരു പണക്കാരനാണെങ്കിൽ, അവന്റെ അനുജൻ ഫാറൂഖ് മുസ്ലിം ലീഗ് തിക്കിപ്പോറ്റുന്ന എന്തിനും കെൽപ്പുള്ള ഒരു ഗുണ്ടയാണെങ്കിൽ, അവരുണ്ടാക്കുന്ന ഗുണ്ടാ സംഘത്തിന് ഈ പ്രദേശത്ത് എന്തും ചെയ്യാമെന്ന തോന്നലുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരണമവർ. മുസ്ലിം ലീഗിന്റെ മണ്ഡല നേതൃത്വത്തിന് പിന്തുണയുണ്ടല്ലോ. തള്ളിപ്പറയാൻ, സംഭവത്തെ അപലപിക്കാൻ, ആ തെമ്മാടികളെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. തിരിച്ചു വരുമ്പോ ചില വാർത്തകളുണ്ടാകും. അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതേ പിന്തുണ കൊടുക്കണം, അവർക്ക് ഇതേ പിന്തുണ കൊടുക്കണം. നിങ്ങൾ തന്നെ സംരക്ഷിക്കണം, നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. അത്രേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. ഈ തിരൂരിന്റെ തീരപ്രദേശങ്ങളെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തിയിരുന്നുവെന്നും അശാന്തിയിലേക്ക് തള്ളിവിട്ടിരുന്നുവെന്നും എന്നെക്കാളൊക്കെ അറിയുന്നവരാണ് എന്നെ ശ്രമിക്കുന്നത്. നിങ്ങൾ തീരദേശത്തെ ഓരോ വീട്ടിലും ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരവസ്ഥ ഈ പ്രദേശത്തിന് ഉണ്ടായിരുന്നില്ല. നിരന്തരമായി പോലീസിന്റെ ബസ്സുകളായിരുന്നു, ജീപ്പല്ല ബസ്സുകളായിരുന്നു ഈ തീരദേശ മേഖലയിൽ നിരീക്ഷണത്തിനും ഇടപെടലുകൾക്കും വേണ്ടി കാത്തുകെട്ടി കിടന്നിരുന്നത്. ഓരോ വീട്ടിലെയും പാവങ്ങളിൽ പാവങ്ങളായ തീരദേശ പ്രദേശത്തെ ജനങ്ങൾക്ക്, ആളുകൾക്ക്, മക്കൾക്ക് വിദേശത്ത് പോകുന്നതിന് വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. പാസ്പോർട്ട് കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏരികയറ്റലുകൾക്കനുസരിച്ച് ഇരുമ്പുവടിയും വടിവാളുമായി പാഞ്ഞു നടന്നിരുന്ന ചെറുപ്പക്കാർക്ക് പലപ്പോഴും എന്തിനാണ് താൻ ഒരാളെ വെട്ടിയത്, എന്തിനാണ് തനിക്ക് വെട്ടേറ്റത് എന്ന് വിശദീകരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഈ തീരദേശത്തിനുണ്ടായിരുന്നു. എളാപ്പയും മൂത്താപ്പയും, എളാപ്പയുടെ മകനും മൂത്താപ്പയുടെ മകനും അമ്മായിയുടെ മകനും ഒക്കെ പരസ്പരം കടപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാത്ത വിധത്തിൽ ആജന്മ ശത്രുക്കളെ പോലെ പരസ്പരം വെട്ടി രക്തം ചിന്തി ജീവശവങ്ങളായി കിടന്നിരുന്ന കാഴ്ചയും ഈ തീരദേശത്തിനുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നും ഇങ്ങനെ വെറുപ്പിന്റെ രാഷ്ട്രീയം പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആശാസ്യമല്ല എന്നും ഇടയ്ക്കെപ്പോഴോ ഈ പറയുന്ന CPM-നും മുസ്ലിം ലീഗിനും ഒക്കെ തോന്നിയപ്പോഴും പോലീസിന്റെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടായപ്പോഴുമാണ് തീരദേശ പ്രദേശം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമാധാനത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല. എന്തിനാണ് ചെയ്തത് എന്ന് പോലും അറിയാത്ത വിധത്തിൽ എന്തിനാണ് ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇത്രമാത്രം മാരകമായി വെട്ടിത്തുണ്ടമാക്കിയത് എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല. നിസ്സാരമായ ഒരു പ്രശ്നം പോലും ഇല്ലാത്തൊരു പ്രദേശത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സമാധാനത്തിന്റെ മാടപ്രാവുകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ മണ്ഡലം നേതൃത്വത്തിലുള്ള ഒരാളുടെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗ് തിക്കിപ്പോറ്റുന്ന ഒരു ഗുണ്ടയായ അയാളുടെ അനുജന്റെ നേതൃത്വത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു സംഘമുണ്ടാക്കി അസ്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അയാൾ SDPI-കാരനാണോ അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ പ്രദേശത്ത് ഇവിടെ ജീവിക്കുന്ന, ഇവിടെ തൊഴിലെടുക്കുന്ന, ഇവിടുത്തുകാരനായ അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രദേശത്തുള്ള ഒരാളെ ഇരുളിന്റെ മറവിൽ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ മാത്രം രാഷ്ട്രീയപരമായി എന്ത് പ്രകോപനമാണ് മുസ്ലിം ലീഗിൽ ഉണ്ടായത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ മണ്ഡലം നേതൃത്വം ഉൾപ്പെടുന്ന ആളുകളുടെ അറിവോടെ, സമ്മതത്തോടെ, സഹായത്തോടെ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതക ശ്രമം അവർ നടത്തിയത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായ പോലെ കഴിഞ്ഞ 2 ടേമായി അധികാരത്തിലില്ലാത്ത മുസ്ലിം ലീഗിന് അടുത്ത തവണയെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇങ്ങനെ ചില കോപ്രായങ്ങളൊക്കെ വേണ്ടതുണ്ടോ എന്ന് അവരിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ലീഗ് നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. 2009 ജൂൺ മാസം 21-ാം തീയതി ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് അതിപ്രധാനമായ മുദ്രാവാക്യം ദേശീയ തലത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നത് ലജ്ജാകരമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഞങ്ങൾ അതിനുണ്ടാക്കിയ പാർട്ടിയല്ല. 2009 ജൂൺ 21-ന് നാഷണൽ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്, ഞങ്ങളന്ന് ഈ തവണ നക്ഷത്രാങ്കിന്റെ രക്തഹരിത പതാക വാനിൽ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ലീഗിനെ ശത്രുവായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ കേരളത്തിന്റെ 14 ജില്ലകളിൽ മുഴുവനും പ്രവർത്തിക്കാൻ ഇത്രയും കാലമായി കെൽപ്പില്ലാത്ത ഒരു ചെറിയ പാർട്ടിക്ക് മറുപടി പറയാനുമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. നാണം തോന്നുകയാണ് ഞങ്ങൾ. മുസ്ലിം ലീഗിനെ എതിർക്കാനും മുസ്ലിം ലീഗിനെ ഇല്ലാതെയാക്കാനുമാണ് ഈ പാർട്ടി രൂപീകരിച്ചതെങ്കിൽ കാസർഗോഡ് മുതൽ കുന്നംകുളം വരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഞങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ ചാവക്കാട് വരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മതിയായിരുന്നു. അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും
അമിത്ഷായും പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മണിപ്പൂരിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും കടന്നു ചെന്നുകൊണ്ട് പോലീസിന്റെ തോക്കും തീഹാർ ജയിലിന്റെ മതിലുകളും ഒക്കെ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേ കൊടി പിടിച്ചുകൊണ്ട് സകല പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജയിലറകൾ മണിയറയായി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ അതിരുകൾ പോലും കാണാൻ ഇന്നും സാധിച്ചിട്ടില്ലാത്ത മുസ്ലിം ലീഗിനെ ശത്രുവാക്കിക്കൊണ്ടല്ല ഞങ്ങൾ ആ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചത്. ഇന്ത്യ രാജ്യം സവർണ ഫാസിസ്റ്റ് ഭീകരന്മാരുടെ കൈകളിലേക്ക് പോകുന്ന അപകടകരമായ പശ്ചാത്തലത്തെക്കുറിച്ച് 1990 തുടക്കം മുതൽ ഈ രാജ്യത്തിന് മുന്നറിയിപ്പ് കൊടുത്ത ചില ആളുകളുണ്ടായിരുന്നു ഈ രാജ്യത്ത്. RSSന്റെ കരങ്ങളിലേക്ക് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം എത്തിപ്പെടുമെന്ന അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് അന്ന് മുന്നറിയിപ്പ് കൊടുത്ത ചില രാഷ്ട്രീയ മുൻഗാമികൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് RSSന്റെ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞത് RSSനെ കാട്ടി പേടിപ്പിച്ചുകൊണ്ട് RSS വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും തള്ളിവിടാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നതെന്നാണ് അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞത്. RSS വലിയ പ്രശ്നമല്ല, RSS അങ്ങനെ ഇവർ പറയുന്ന അപകടകരമായ ഒരു സാധനമൊന്നുമല്ല, വെറുതെ പറയുകയാണ്. RSSനെ കാണിച്ചുകൊണ്ട് RSS നിങ്ങളെ പിടിക്കാൻ വരും, RSS നിങ്ങളെ കൊല്ലാൻ വരും, RSS നിങ്ങളെ വെട്ടാൻ വരും, RSS നിങ്ങളുടെ പള്ളി വിളിക്കും, RSS നിങ്ങളുടെ പൗരത്വം പോലും ഇല്ലാതെയാക്കി ജയിലറകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഈ രാജ്യത്ത് മുന്നറിയിപ്പ് നൽകിയപ്പോ വെറുതെ പറയുകയാണ്. RSS എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല, അങ്ങനെ ഒരു കാര്യമേ രാജ്യത്തില്ല. ഇല്ലാത്ത വൈകാരികത ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ ഭീകരവാദവും തീവ്രവാദവും വളർത്താനാണ് ചില ആളുകൾ ശ്രമിക്കുന്നതെന്ന് പെരുമ്പറയടിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഉടനീളം വാഹനജാഥ നടത്തിക്കൊണ്ട് പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ കാലത്ത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമെങ്കിലും അങ്ങനെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് 90കളുടെ തുടക്കം മുതൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ മുന്നറിയിപ്പ് നൽകിയവർ എന്താണോ പറഞ്ഞിരുന്നത് അത് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തിന്റെ അധികാരം കൈയാളിയ ശേഷം ഈ രാജ്യത്തെ പൗരബോധമുള്ള സമൂഹങ്ങൾക്ക്, ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് പൗരാവകാശങ്ങൾ വകവെച്ച് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോഴും ഈ പറയുന്ന നിസ്സാര സംഭവങ്ങളുടെ പേരിൽ അവർ വോട്ട് വാങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനെതിരെ തന്നെ വാളെടുത്ത് ഓടി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്നത് ചിന്തിക്കണം. ഈ തീരപ്രദേശത്ത് തികച്ചും അനിഷ്ടകരമായ അസംഭവികമായി സംഭവിക്കാൻ പാടില്ലാത്ത തള്ളിപ്പറയേണ്ട ഒരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. ആർക്കാരും സംശയമുള്ളത്? സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ, മുസ്ലിം ലീഗിന്റെ മണ്ഡല നേതാക്കളുടെ നേതൃത്വത്തിലാണ് ആ ഗുണ്ടാസംഘം രൂപീകരിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് അവർക്ക് ആയുധങ്ങൾ കിട്ടിയത്. ആ മണ്ഡല നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് കാര്യങ്ങൾ നടന്നത് എന്നറിയുമ്പോഴെങ്കിലും ഒരു ശത്രുതയുമില്ലാത്ത, ഒരു രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത, രാഷ്ട്രീയ നേട്ടങ്ങളില്ലാത്ത ഒരു കൊലപാതക ശ്രമം നടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഒന്നുകൂടി സംഭവത്തെ അപലപിക്കാനോ അതിൽ പങ്കെടുത്ത ആളുകൾ മുസ്ലിം ലീഗുകാരാണെങ്കിൽ അവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറയാനോ ആ പാർട്ടി അതിനെങ്കിലും അതിനൊരു മിനിമം മര്യാദ കാണിക്കണമായിരുന്നു. മുസ്ലിം ലീഗ് ഇവിടെ എന്താ ചെയ്തത്? മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും യോഗം ചേർന്നു, കാര്യങ്ങൾ വിശകലനം ചെയ്തു, എന്നിട്ടൊരു പ്രസ്താവന പുറത്തിറക്കിയ തീരപ്രദേശത്ത് FDPI കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഞാൻ പച്ചമലയാളത്തിൽ ചോദിക്കാം, നിങ്ങളൊക്കെ തീട്ടമാണോ വായിക്കുന്നത്? ഒരു സംഭവമുണ്ടായി, ഒരു ചെറുപ്പക്കാരന്റെ ഇരു കാലുകളിലുമായി 28 വെട്ടാണ് ഫാറൂഖ് എന്ന് പറയുന്ന ക്രിമിനലും അവന്റെ ജ്യേഷ്ഠനായ റാഫി എന്ന് പറയുന്ന തെമ്മാടിയും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മണ്ഡലം നേതാവായ റാഫി ഒരു പണക്കാരനാണെങ്കിൽ അവന്റെ അനുജൻ ഫാറൂഖ് മുസ്ലിം ലീഗ് തീറ്റിപ്പോറ്റുന്ന എന്തിനും കെൽപ്പുള്ള ഒരു ഗുണ്ടയാണെങ്കിൽ അവരുണ്ടാക്കുന്ന ഗുണ്ടാ സംഘത്തിന് ഈ പ്രദേശത്ത് എന്തും ചെയ്യാമെന്ന തോന്നലുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരണമവർ. മുസ്ലിം ലീഗിന്റെ മണ്ഡലം നേതൃത്വത്തിന് പിന്തുണയുണ്ടല്ലോ. തള്ളിപ്പറയാൻ, സംഭവത്തെ അപലപിക്കാൻ, ആ തെമ്മാടികളെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. തിരിച്ചു വരുമ്പോ ചില വാർത്തകൾ ഉണ്ടാകും. അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതേ പിന്തുണ കൊടുക്കണം, അവർക്ക് ഇതേ പിന്തുണ കൊടുക്കണം. നിങ്ങൾ തന്നെ സംരക്ഷിക്കണം, നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. അത്ര എപ്പോ ഞാൻ പറയുന്നുള്ളൂ. ഒരു സംഭവം ഉണ്ടാകുമ്പോ അത് പടർന്ന് പിടിക്കാതിരിക്കണമെങ്കിൽ, തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിതാന്തമായ ജാഗ്രത കാണിക്കേണ്ട, ഉണർന്ന് പ്രവർത്തിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് തന്നെയാ. നിങ്ങൾ നിയമം പാലിക്കാൻ, നിയമം നടപ്പിലാക്കാൻ, നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി കിട്ടുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാനെങ്കിലും പോലീസ് ഏമാന്മാർ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കൂടും. ഇവിടെ ഈ സംഭവത്തിന് 3 ദിവസം മുമ്പ് ഇതേ റാഫി എന്ന് പറയുന്ന തെമ്മാടി ഫാറൂഖിനെ കൂട്ടി വാളുമായി അസ്കറിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അസ്കറിന് ഫാറൂഖിന്റെ അരയിൽ വാളുണ്ടെന്ന് കണ്ടപ്പോ രക്ഷപ്പെട്ടതാ. എന്നിട്ടോ 4 ആളെ കൂട്ടി ഫാറൂഖിനെ തേടി എവിടെന്നെങ്കിലും 4 വാൾ സംഘടിപ്പിച്ച് നിന്റെ അരയിലുണ്ടായിരുന്ന വാൾ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തെരഞ്ഞു പോകാനല്ല ശ്രമിച്ചത്. ഈ പാർട്ടിയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമുള്ള നേതൃത്വത്തെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയിച്ചപ്പോ ഒരു പ്രശ്നത്തിനും പോകരുത്. തീരദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ്, അത് ആളിക്കത്താനും എളുപ്പമാണ്, അണക്കാൻ അല്പം പാടായിരിക്കും. അതുകൊണ്ട് ഒരു അവിവേകത്തിനും പോകരുത്. സമാധാനം പാലിക്കണം, സംയമനം പാലിക്കണം എന്ന് പറഞ്ഞ് അവരെ അടക്കി നിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഫാറൂഖിനെയും റാഫിയെയും തെരഞ്ഞു പോകാൻ പറ്റിയ ആളുകളും അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാധനങ്ങളും കിട്ടാനിട്ടൊന്നുമില്ല. പകരം ഞങ്ങൾ അസ്കറിനോട് പറഞ്ഞത് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാനാണ്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ബഹുമാനായ തിരൂർ CIക്ക് പരാതിയും കൊടുത്തു. എഴുതി തയ്യാറാക്കി കൊണ്ടുപോയ പരാതി ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു. അയാളുടെ അസ്കറിന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് ഡോക്ടറെ പരിശോധിച്ചതിന്റെ രേഖ സഹിതം തിരൂർ CIക്ക് പരാതി കൊടുത്തു. ബഹുമാനായ തിരൂർ CI പറഞ്ഞത് റാഫിയുടെ പരാതിയിൽ നിനക്കെതിരെ കേസുണ്ടെന്നാണ്.
പരിക്ക് പറ്റിയാൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ച് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോ ക്രമസമാധാന ചുമതലയുള്ള സമാധാനം പാലിക്കാൻ ഉത്തരവാദപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത് അടികൊണ്ട നിനക്കെതിരെ അടിച്ചവന്റെ പരാതിയിൽ ഫോണിലൂടെ ഞാൻ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് തിരിയേണ്ട, നിനക്കെതിരെ ഞാൻ കാപ്പ ചുമത്തി ജയിലിലിടും. അവിടെ അപ്പുറത്തെ റൂമിൽ 2 പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിക്കോ, 3 മാസം കഴിയുമ്പോ ഫൈൻ അടച്ചാൽ മതി. ഇത് ആ ബഹുമാന്യനായ പോലീസ് ഓഫീസർക്ക് ഈ തീരദേശത്തിന്റെ രാഷ്ട്രീയവും ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷവും അറിയാത്തത് കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം തീരപ്രദേശത്തെ ഒരു പ്രശ്നം വഷളാവട്ടെ ആളിക്കത്തട്ടെ എന്ന് ഒരു പോലീസ് ഓഫീസർ വിചാരിക്കുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത്. പക്ഷെ അയാൾ പറഞ്ഞത് അങ്ങനെയാ, കാപ്പ് ചുമത്തി അടികൊണ്ടവനെ കാപ്പ് ചുമത്തുമത്രേ. സംഭവം ഉണ്ടായതിനു ശേഷം മാധ്യമപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്ത വിവരമെന്താ? അത് രാഷ്ട്രീയമില്ല, വഴിത്തർക്കമാണ്, കുടുംബ പ്രശ്നമാണ്. എന്താണ്? റാഫിയും അനുജനും ഗുണ്ടകളും കൂടെ വെട്ടിത്തുണ്ടമാക്കിയിട്ട് അസ്കറും റാഫിയും തമ്മിലുള്ള കുടുംബ ബന്ധം എന്താ? അവർ തമ്മിലുള്ള കുടുംബ തർക്കം എന്താ? എന്താണ് ഇവർ തമ്മിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ എന്താ? ഇതൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ മാധ്യമപ്രവർത്തകർ വിവരം കൊടുത്തത്. അവർ കുടുംബക്കാരാ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധുക്കളാണോ? വല്ല കെട്ടുബന്ധമുണ്ടോ? ആരെങ്കിലും കെട്ടി കാര്യം കൊടുത്തിട്ടുണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ പറഞ്ഞ എന്താ? വഴിത്തർക്കം. ആർക്കാ വഴിത്തർക്കം? ഈ പറയുന്ന പോലീസ് സേവന്മാർ സംഭവം പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. അസ്കറിന്റെ പെങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം പോയി നോക്കിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ വഴിത്തർക്കം? അവിടെ വഴിത്തർക്കം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകളുടെ വീടിന് മുന്നിലൂടെ പോയിട്ട് വേണം അസ്കറിന്റെ അളിയൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാൻ. അവിടെ ഒരു വഴി പ്രശ്നമുണ്ടെങ്കിൽ ഈ പറയുന്ന റാഫിയും കബീറും അവരുടെ മക്കളും ഗുണ്ടകളും വഴി തടസ്സപ്പെടുത്തിയാൽ ഇവർക്കാണ് പരാതി വേണ്ടത്. അങ്ങനെ ഒരു വഴി പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അസ്കറോ അസ്കറിന്റെ പെങ്ങളോ അളിയനോ പരാതിക്കാരനായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പരാതി വേണം. ഞങ്ങളുടെ വഴി തടഞ്ഞു, ഞങ്ങൾ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒരു പരാതി ഇവർക്കില്ല. ഇനി അസ്കർ അല്ലെങ്കിൽ അവന്റെ പെങ്ങളോ അളിയനോ ഞങ്ങളുടെ വഴി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ പറയുന്ന തിരൂർ പോലീസ് സ്റ്റേഷനിലോ സർക്കിളിന്റെ അടുത്തോ ഡിവൈഎസ്പി ഓഫീസിലോ തിരൂരിലെ ഏതെങ്കിലും കോടതിയിലോ വല്ല പരാതിയോ കേസോ ഉണ്ടോ? അതുമില്ല. പിന്നെ ഇതൊരു വഴിത്തർക്കമാണെന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? റാഫി പറഞ്ഞു കൊടുത്തത്. ഇവിടെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ മണ്ഡല കമ്മിറ്റിയിൽ പോലീസിനെ നിയന്ത്രിക്കാനും പോലീസിനെ കാര്യങ്ങൾ ചെയ്യാനുള്ള ചുമതല റാഫിക്കാണത്രേ. റാഫിയുടെ കയ്യിൽ പണം ഉണ്ടേതാ? പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, KMCC പ്രവർത്തകർ വിദേശത്തു നിന്ന് തിരിച്ച് ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും പാർട്ടി പ്രവർത്തനങ്ങൾക്കും വേണ്ടി അയച്ചു കൊടുക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നവനാണ് റാഫി. അവന്റെ പെണ്ണുപിടുത്തത്തിനും അവന്റെ തെമ്മാടിത്തരങ്ങൾക്കും അവന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും KMCC പ്രവർത്തകരുടെയും വിയർപ്പിന്റെ വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഏതവിടെ കേസ്? ഈ അസ്കറിന്റെ പെങ്ങളെ തെമ്മാടിയായ റാഫി കയറി പിടിച്ച് മാനഭംഗപ്പെടുത്തിയതിന്റെ കേസ് കൊടുക്കണ്ടേ? അവനെന്താ വിചാരിച്ചത്? അവന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ അസുഖമായി കിടക്കുകയാണെങ്കിൽ ഇവനൊക്കെ കൊലപ്പിച്ച് നടക്കുമ്പോ അവന്റെയൊക്കെ ഇംഗിതത്തിന് എല്ലാ പെണ്ണുങ്ങളെയും കിട്ടുമെന്ന് അവൻ വിചാരിച്ചത്. എന്നിട്ടോ അവനാണ് ആ തെമ്മാടിക്കാണ് മുസ്ലിം ലീഗിന്റെ മണ്ഡല നേതൃത്വം പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ തള്ളിപ്പറയാനാണ് ലീഗിന്റെ നേതൃത്വം ഇന്ന് വരെ തയ്യാറാവാതെ നിൽക്കുന്നത്. സംഭവം തെറ്റായി പോയി, അല്ലെങ്കിൽ സങ്കടകരമായി പോയി. ഈ വാക്കുകളൊന്നും ലീഗിന്റെ നേതൃത്വത്തിന് അറിയില്ലേ? പകരം എന്താ പറയുന്നത്? ഇവരൊക്കെ വിശുദ്ധന്മാർ. വെട്ടി നിലത്തിട്ടതിനു ശേഷം തിരിച്ചു പോകുന്ന ഫാറൂഖ് ഇങ്ങോട്ട് വരിക അയാളുടെ അടുത്തേക്ക്. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അവൻ വലിച്ചു കേൾക്കുന്ന എന്തോ സാധനമായിരിക്കാം. അസ്കറിന്റെ വായിൽ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് തിരികെന്ന് പറയുന്നു. വായിൽ ഒരു ചൂട് അനുഭവപ്പെട്ടപ്പോ അയാളെ തുപ്പി. എന്നതിന് ശേഷം നിലത്ത് വീണ് കിടക്കുന്ന ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ജീവന് വേണ്ടി യാചിക്കുന്ന അസ്കറിന്റെ 2 കാലുകളിലും ഫാറൂഖ് എന്ന് പറയുന്ന തെമ്മാടി തുരുതുരാ വെട്ടുകയാണ്. 2 കാലുകളിലുമായി 28 വെട്ടുണ്ട്. ഫാറൂഖ് എഴുതി വെക്കണം. ഈ സംഭവം നടന്നിട്ട് പോലീസിന് വിവരം കിട്ടുന്നു, ഇതൊരു വഴിത്തർക്കം, എവിടെയും പരാതിയില്ല, വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താ? ഈ തെമ്മാടികൾ അസ്കറിന്റെ പെങ്ങളും അളിയനും വീട്ടിലേക്ക് അവർക്ക് അവകാശപ്പെട്ട വഴിയിലൂടെ പോകുമ്പോ ഇവർ ആശുപത്രിയിൽ, അസ്കറിന്റെ അളിയനാരാ? ഒരു കിഡ്നി പേഷ്യന്റ്, ആഴ്ചയിൽ 2-3 ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി. കയ്യിൽ പണമുണ്ടെങ്കിൽ തന്നെ പോലത്തെ ആളുകൾക്ക് നേരെ ചെല്ലണം. എണീച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്ത, ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട ഒരു രോഗിയുടെയും അവന്റെ കുടുംബത്തിന്റെയും മെക്കെട്ട് കയറിയിട്ടല്ല പണത്തിന്റെ ഹുങ്ക് കാണിക്കുന്നത്. ഇവര് ചെയ്യാറുണ്ട്. ഡയാലിസിസിന് പോകുമ്പോ അല്ലെങ്കിൽ ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒന്നുകിൽ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ആംബുലൻസോ ഉണ്ടാകും. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അവരുടെ വിയർപ്പിന്റെ ഒരു വിഹിതം നൽകിക്കൊണ്ട് KMCC-ക്കാർ ഒരു ആംബുലൻസ് വാങ്ങി ഈ തെമ്മാടിയെ ഏൽപ്പിച്ചത് അവന്റെ ഗുണ്ടായിസം നടത്താനാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആശുപത്രിയിലേക്ക് എത്തേണ്ട ആളുകൾ എത്തിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് താങ്ങാവുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് കൊടുത്ത് അത് അവൻ ഏൽപ്പിച്ചെങ്കിൽ അവന്റെ ഗുണ്ടായിസവും അവന്റെ ഏട്ടന്റെ തെമ്മാടിത്തരവും നടത്താൻ എല്ലാം ഉപയോഗിക്കുന്നത്. ആളുകളെ ദ്രോഹിക്കാനുമല്ല. വഴി തടസ്സപ്പെടുത്തി നമ്മൾ സാധാരണ കാണുന്ന എത്ര വലിയ സമ്മേളനമാണെങ്കിലും ഒരു റാലിയാണെങ്കിലും ഒക്കെ ഒരു ആംബുലൻസിന്റെ സൈറൺ കേൾക്കുമ്പോ അത് എന്ത് പ്രവർത്തനമായിക്കോട്ടെ, നബിദിന റാലി ആയിക്കോട്ടെ, രാഷ്ട്രീയ പ്രതിഷേധ പ്രകടനങ്ങളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആഘോഷകാലികളായിക്കോട്ടെ, ഒരു ആംബുലൻസ് വരുമ്പോ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ റാലിയുടെ താളവട്ടങ്ങളൊക്കെ പ്രശ്നമായാലും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് മാറി ആംബുലൻസിന് വഴി ഒഴുക്കുന്നവരാണ് നമ്മളതാ കണ്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്.
അശരണനായ ഒരു രോഗിയെ കൊണ്ട് ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ അത് വഴിമാറി കൊടുക്കുന്നതാ. ഇവിടെ ലീഗിന്റെ ഒരു ഗുണ്ട കാണിക്കുന്നതാ, ഡയാലിസിസ് ചെയ്ത് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു രോഗിയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അവന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇവൻ ആംബുലൻസ് കൊണ്ടുപോയിട്ട് അവൻ വലിയ ആളാവാതെ. അതാണ് അവരുടെ പ്രശ്നം. അതല്ലാതെ അതും ഈ സമയത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് റാഫിയും ഈ പറയുന്ന ഗുണ്ടയും അവൻ വിളിച്ചുകൂട്ടിയ ചില തെമ്മാടികളും കൂടി അസ്കറിനെ വെട്ടിയത്? എന്നതിനപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ മണ്ഡലം നേതൃത്വവും പഞ്ചായത്ത് നേതൃത്വവും ഈ തെമ്മാടികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ഇത് രാഷ്ട്രീയമില്ല. ഇത് രാഷ്ട്രീയമല്ലേ? ഇത് മുസ്ലിം ലീഗിന് കൃത്യമായ അക്രമ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ സമയത്ത് ഒരു പൊതുയോഗം നടത്തി ഇത്തരം വിഷയങ്ങൾ പറഞ്ഞല്ലോ, പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേരളത്തിൽ ജനവിരുദ്ധമായ 100 കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ട്. കേരളത്തിലെ പോലീസിനെ RSSന് പിണറായി വിജയൻ തീരെഴുതി കൊടുത്ത്, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ RSSന് പാട്ടത്തിന് കൊടുത്ത്, RSSന്റെ ദേശീയ നേതൃത്വം കേരളത്തിലെ പോലീസിനെ നിരന്തരമായി അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ രാഷ്ട്രീയം പറയുന്ന സമയമാണ് ഇപ്പോ ഇന്നലെയും ഞാൻ നോക്കിയായിട്ട് നമ്മൾ കാണുന്ന വാർത്ത എന്താ? ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബോധമില്ലാത്ത വ്യവസായി വായി തോന്നുന്നത് കോതക്കപ്പാട്ട് എന്ന് പറയുന്ന രീതിയിൽ അതിന് കൈയടിക്കാൻ കുറച്ച് ആളുകളുള്ളതുകൊണ്ട് ആരെക്കുറിച്ചും ഏത് പെണ്ണുങ്ങളെ കുറിച്ചും എന്തും പറയാൻ തനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തികഞ്ഞ അശ്ലീലം പറഞ്ഞുകൊണ്ട് അയാളുടെ വ്യവസായ സാമ്രാജ്യം വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമഡിയായ കോടീശ്വരൻ അയാള് ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. അവർ അതിന് വഴി നൽകട്ടെ. കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രത്യാഘാതവും യാതൊരു ഗുണവും ഉണ്ടാക്കാത്ത സംഭവം. എന്നാൽ ഇതേ സമയത്ത് ജനം ടിവിയിൽ നടന്ന ഒരു ഡിബേറ്റിൽ PC ജോർജ് എന്ന് പറയുന്ന ഒരു ബോധമില്ലാത്ത മറ്റൊരുത്തൻ കേരളത്തിൽ മാത്രമല്ല മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ തുടങ്ങിയ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധി അയാളെ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്താവനയുടെ അവസാനം PC ജോർജ് പറഞ്ഞതെന്താ? എനിക്ക് പറയാനൊരു മടിയുമില്ല, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഭീകരവാദികളാണ്, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്, അവർ പാകിസ്ഥാൻ കളിയിൽ ജയിച്ചാൽ പാകിസ്ഥാന് വേണ്ടി കൈയടിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെയും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും ഭീകരവാദികളും തീവ്രവാദികളും പാകിസ്ഥാൻ അനുകൂലങ്ങളുമാക്കിക്കൊണ്ട് പ്രസ്താവന നടത്തിയ PC ജോർജ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ മതപരമായ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ദേശക്കൂറിനെയും ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളെ കണ്ടാൽ വാളെടുക്കാൻ തോന്നുന്ന വിധത്തിൽ കലാപശ്രമം നടത്തിക്കൊണ്ട് മുസ്ലിങ്ങളോട് സ്ഥായിയായ വിരോധം ഇതര മതവിഭാഗങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കുറച്ച് കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജ് അയാളൊന്നും BJP-യില്ല. അയാൾക്കെതിരെ ഈ പറയുന്ന പൊറാട്ട് നാടകങ്ങളൊക്കെ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ അയാളുടെ വയനാട്ടിലെ റിസോർട്ടിൽ ചെന്ന് പോലീസിനെ ഉപയോഗിച്ച് വളരെ സിനിമാ സ്റ്റൈലിൽ അറസ്റ്റ് ചെയ്ത് പിന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ഇതൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ എപ്പോൾ ചെന്നാലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന PC ജോർജിനെ നിരവധി ക്രിമിനൽ പരാതികൾ മതവിദ്വേഷം ഉയർത്തിവിട്ടതിന്റെ പേരിൽ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നിരവധി പരാതികൾ കിട്ടിയിട്ടും PC ജോർജ് എന്ന് പറയുന്ന തെമ്മാടി അറസ്റ്റ് ചെയ്യാൻ പിണറായിയുടെ പോലീസ് തയ്യാറാകുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാ. RSSും BJP-യുമായി ബന്ധമുള്ളവർക്ക് കേരളത്തിന്റെ പോലീസിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് MR അജിത്കുമാർ എന്ന് പറയുന്ന ADGP കസേരയിൽ ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ വലം കൈയായിരുന്ന P ശശിയുടെ ടീമിൽ അംഗമായ കേരളത്തിലെ പോലീസിനെ RSSന് പാട്ടത്തിന് കൊടുക്കുമ്പോൾ RSSുകാർ അതിന്റെ മേൽനോട്ടം ഏൽപ്പിച്ച അജിത് കുമാർ കേരള പോലീസിന്റെ തലപ്പത്ത് അപ്രഖ്യാപിത DGP-ആയി പ്രവർത്തനം തുടങ്ങിയ അന്നു മുതൽ കേരളത്തിലെ പോലീസിനെ RSS നിയന്ത്രിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ 100,000 കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ഈ പറയുന്ന PC ജോർജിന്റെ പ്രസ്താവന നിങ്ങളുണ്ടോ? മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് പഴയ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞ്, ഭീകരവാദികളാണെന്ന് പറഞ്ഞ്, പേരിൽ തന്നെ വർഗീയതയുണ്ടെന്ന് പറഞ്ഞ്, ഇതെല്ലാം പറഞ്ഞ ശേഷമാണ് പറഞ്ഞു വന്നത്. പിണറായി വിജയൻ RSSുമായി കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പിന്റെ കഥകളൊക്കെ രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടില്ലാത്ത സഖാക്കൾക്ക് പോലും വ്യക്തമാകുന്ന വിധത്തിൽ തെളിഞ്ഞു വന്ന കാര്യമാണ്. നമ്മുടെ ജില്ലയിൽ 3 വർഷക്കാലം ഇവിടുത്തെ CPM-ന്റെ നേതാക്കൾക്ക് പോലും രക്ഷയില്ലാത്ത വിധത്തിൽ RSSന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിച്ച ഒരു SP ഉണ്ടായി. അയാൾ കാട്ടിക്കൂട്ടിയ കൊള്ളകളും കൊലപാതകങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒക്കെ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് തന്നെ പുറത്തു വന്ന് PV അൻവർ വ്യക്തം വിളിച്ചു പറഞ്ഞു. അത് അൻവർ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോ അയാളുടെ ചില സ്വകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CPM-മായി ഉണ്ടായ സ്വാരസ്യത്തിന്റെ പേരിൽ അയാൾ ചിലതെന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. എന്നാൽ വെളിപ്പെടുത്തലുകൾ ധാരാളമായി മുന്നോട്ട് പോയപ്പോ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ മാത്രം കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് കസ്റ്റംസിന്റെ സ്കാനറിനെയൊക്കെ മറച്ചുവെച്ച് CRPF-ന്റെയും കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെ അവരൊക്കെ വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും കിലോ കണക്കിന് സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ വിമാനത്താവളത്തിന്റെ പുറത്തെത്തുകയും പുറത്തെത്തി കൃത്യമായി അവരെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ കൊണ്ടുവന്ന വാഹനത്തിൽ കയറുമ്പോ
കൃത്യമായി സുജിത് ദാസ് എന്ന് പറയുന്ന ആ മരമുറിക്കള്ളനായ SP-യുടെ ഡാൻസാഫ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാസംഘം ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടികൂടുകയും ചെയ്യുന്ന ഒരു അപൂർവ പ്രതിഭാസം പത്രങ്ങളിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും. അത് വിവിധ ദിവസങ്ങളിൽ പത്രത്തിൽ വാർത്ത വരുമ്പോൾ ഈ പ്രശ്നം അൻവർ വിളിച്ചു പറയുന്നതിനൊക്കെ മുമ്പ് ഇത് വാർത്തകൾ ഈ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോ ഞാൻ എപ്പോഴും ആലോചിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു, ഇതെങ്ങനെയാണ് ഇവര് ഒന്ന് കൃത്യമായി വിമാനത്താവളത്തിലെ എല്ലാ പരിശോധനയെയും മറികടന്നുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും കോടിക്കണക്കിന് രൂപ വില വരുന്ന കസ്റ്റംസിന്റെ സ്കാനറിനെയും മറികടന്നുകൊണ്ട് ഇവർ വിമാനത്താവളത്തിന് പുറത്തിറങ്ങുന്നു. പക്ഷേ പുറത്തിറങ്ങിയാൽ കൃത്യമായി മലപ്പുറത്തെ സുജിത് ദാസ് എന്ന് പറയുന്ന MR അജിത്കുമാറിന്റെ അനുയായിയായ പിണറായിയുടെ സ്വന്തക്കാരനായ ഗുണ്ടയുടെ ടീമിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്യും. ഒരിക്കൽ പോലും അങ്ങനെ പിടികൂടാൻ ഈ പോലീസിന്റെ സംഘം വരുമ്പോ അവർക്ക് ആള് മാറിയിട്ടില്ല. അതായത് ഞാൻ ആലോചിച്ചു, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് ആള് മാറി ഒരു നിരപരാധിയെ പിടിച്ചു എന്ന വാർത്ത ഒരിക്കലും വന്നില്ല. ഒക്കെ കൃത്യമാണ്. അപ്പോ വിമാനത്താവളത്തിനകത്തെ പരിശോധനയൊക്കെ മറികടക്കാൻ സാമർത്ഥ്യമുള്ള ഈ കള്ളക്കടത്തുകാർ പുറത്തെത്തുമ്പോൾ ഇത്ര കൃത്യമായി SP-യുടെ സംഘത്തിന് ഇവരെ പിടിക്കാൻ പറ്റുന്ന എങ്ങനെയാ? പിന്നെ അൻവർ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ മാന്ത്രികതയും കുറ്റൻസും ഒക്കെ പെടുത്താൻ കിട്ടിയത്. ഇത് കസ്റ്റംസിന്റെ പരിശോധനയിൽ കൃത്യമായി സ്വർണ്ണമുണ്ട് എന്ന് വ്യക്തമാകുന്ന ആളുകളെ ഈ അജിത് കുമാർ, സുജിത് ദാസ്, കസ്റ്റംസ്, ശശി, പിണറായി വിജയൻ ഉൾക്കൊള്ളുന്ന കോക്കസിന്റെ ഭാഗമായി കസ്റ്റംസിനകത്തുനിന്ന് എയർപോർട്ടിനകത്തുനിന്ന് പിടിക്കാതെ പുറത്തേക്ക് വിടുകയും എന്നാൽ പരിശോധനാ സമയത്ത് കൃത്യമായി ഇവരുടെ പാസ്പോർട്ടിലെ ഫോട്ടോയും ഇവരുടെ ഫോട്ടോയും ഒക്കെ എടുത്ത് പുറത്തു നിൽക്കുന്ന സുജിത് ദാസിന്റെ കൊള്ള സംഘത്തിന് കൊടുക്കുകയും ഞങ്ങളിതാ നല്ല സാധനം കയ്യിലുള്ളവർക്ക് പുറത്തു വരുന്നുണ്ട്, ഞങ്ങൾ പിടിക്കാതെ വിട്ടയച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചോ എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന് അൻവർ വിളിച്ചു പറഞ്ഞപ്പോഴാ പിന്നെ നമുക്ക് മനസ്സിലായത്. അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ അങ്ങനെ പുറത്തെത്തിയിട്ട് പിടിച്ച എന്താ ലാഭം? അത് അൻവർ പറഞ്ഞു, ഉണ്ണി എന്ന് പറയുന്ന ഒരു തട്ടാൻ കാലിക്കറ്റ് എയർപോർട്ടിന്റെ കൊണ്ടോട്ടി ഭാഗത്തുണ്ട്. വെറും ഒരു 50 രൂപ വാടക കൊടുത്തിരുന്ന ഒറ്റമുറിപ്പ് പീടികയിൽ ഓടക്കൊയിലൂടെ സ്വർണ്ണ ഊതി ഉരുക്കി വല്ലതുമൊക്കെ വല്ല മോതിരോ വല്ല പാദസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഈ തട്ടാൻ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി കോടീശ്വരനായി മാറിയിരിക്കുന്നു. മാത്രമല്ല ഈ സംഘം 1 കിലോ സ്വർണം പിടിച്ചാൽ അത് കോടതിയിൽ ഹാജരാക്കുമ്പോ 600 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഈ ഉണ്ണി മാത്രമാണ്, ഉണ്ണി എന്ന് പറയുന്ന ഈ കൊള്ള സംഘത്തിന്റെ തട്ടാൻ അയാൾ ഉരുക്കുമ്പോ മാത്രമാണ് 1 കിലോ ഉരുക്കിയാൽ 400 ഉരുക്കി പോകുന്നത്. ബാക്കി സ്വർണ്ണ കച്ചവടക്കാരും ഭട്ടന്മാരൊക്കെ നമ്മളോട് വിളിച്ചു പറഞ്ഞത് എന്താ? 1 കിലോ സ്വർണം ഉരുക്കിയാൽ ഏതാനും മില്ലിഗ്രാം മാത്രമാണ് കുറയുക. അത് ആഭരണമാണെങ്കിൽ അതിൽ ചെമ്പ് വേർതിരിയും, ആഭരണമാണെങ്കിൽ ചെമ്പ് വേർതിരിയും, ഏതാനും മില്ലിഗ്രാം സ്വർണ്ണം മാത്രമാണ് കുറയുക. എന്നാൽ ഗൾഫിൽ നിന്ന് കള്ളക്കടത്തുകാരെ കൊണ്ടുവരുന്ന എന്താ? സ്വർണ്ണത്തിന്റെ മിശ്രിതം അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇതാണല്ലോ. അതൊരുക്കിയാൽ ഏതാനും മില്ലിഗ്രാം മാത്രമേ കുറയൂ. അപ്പോഴാണ് പത്രക്കാരെ മുഴുവൻ, മാധ്യമങ്ങളെ മുഴുവൻ കൂട്ടിക്കൊണ്ട് PV അൻവർ നേരെ തിരുവനന്തപുരത്തേക്ക് പോയത്. എന്നിട്ട് അവിടെ ഒരു വീടിന്റെ പണി നടക്കുന്നത് കാണിച്ചു കൊടുത്തു മാധ്യമപ്രവർത്തകർക്ക്. ആരുടെ വീട്? MR അജിത്കുമാർ എന്ന് പറയുന്ന, ഇപ്പോഴും ഈ നിമിഷം വരെ അയാളെ കൈവിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ച് അയാൾക്കെതിരെ വിജിലൻസിന്റെ അടക്കം 4 അന്വേഷണങ്ങൾ നടക്കുമ്പോ അയാളെ DGP കസേരയിൽ ഇരുത്താൻ വരെ പിണറായി വിജയൻ ശ്രമിച്ചു പരാജയപ്പെട്ട അതേ അജിത്കുമാറിന്റെ അജിത് കുമാർ എന്ന് പറയുന്ന RSSകാരനായ പോലീസുകാരന്റെ വീട്, ആ വീടിന്റെ പണി നടക്കുന്ന സ്ഥലത്ത് സെന്റിന് 65 ലക്ഷം രൂപയാണ്. 10 സെന്റ് സ്ഥലത്ത് വീട് പണി 6.5 കോടി, രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഒരു 7.5 കോടി രൂപ വരും. അവിടെ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രം പുതിയാക്കാൻ പറ്റുന്ന ഒരു കൊട്ടാരം അയാൾ പണിയുന്നു. അയാൾക്ക് എന്താ പണിതൂടെ? 1 കിലോ സ്വർണം പിടിച്ചാൽ ഏതാണ്ട് 1 കിലോ അല്ലെങ്കിൽ 400 ഗ്രാം ഇവിടെ ഒരുങ്ങി പോവാ. അതിന്റെ വിഹിതം സുജിത് ദാസിനുണ്ട്, ശശിക്കുണ്ട്, പിണറായി വിജയനുണ്ട്, അൻവർ പറയുന്ന റിയാസിനുണ്ട്, മരുമോൻക്കുണ്ട്, നമുക്കറിയാം. ഇങ്ങനെ ഒരു സംഗതി മലപ്പുറം ജില്ലയിൽ നടന്നിട്ട് MSFന്റെ നേതാവായ നവാസ് വിളിച്ചു പറഞ്ഞു, മലപ്പുറം ജില്ലയിലെ SP ഓഫീസിലും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ലീഗിന്റെ യൂത്ത് ലീഗിന്റെ MSFന്റെ നേതാക്കന്മാർക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല. മാത്രമല്ല സഖാക്കള് രഹസ്യമായി പറഞ്ഞു, CPMന്റെയും DYFIയുടെയും നേതാക്കന്മാർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ ഒരു വിലയുമില്ല. എന്നാലോ നമ്മൾ ആലിയാജി സത്താരാജിയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണെങ്കിൽ വലിയ വിലയാണ്. BJPക്കാർ ആര് വിളിച്ചു പറഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ കാര്യം നടക്കും. ആര് പരാതി കൊടുത്താലും RSSമായോ BJPയുമായോ എന്തെങ്കിലും ഒരു അനുഭാവമുള്ള ആളാണ് പ്രതിയെങ്കിൽ അയാൾക്കെതിരെ കേസില്ല. ഇനി അടിയന്തരാവസ്ഥയിൽ ഒരു നിർവാഹവുമില്ലാതെ അങ്ങനെയുള്ള പ്രതികൾക്കെതിരെ കേസെടുത്താലോ പറ്റുമെങ്കിൽ പോലീസ് മനോരോഗ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു കൊടുക്കും. ആ പ്രതി മനോരോഗിയാണ് എന്ന് പത്രക്കാരോട് വിളിച്ചു പറയുന്നത് പോലീസ് തന്നെയായിരിക്കും. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ പരിസരത്ത് പല സ്റ്റേഷനുകളിൽ സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഇതിനെതിരെ മലപ്പുറം ജില്ലയെ മാത്രമല്ല പരാതി പറയാൻ പോയ പാവപ്പെട്ട ഒരു സ്ത്രീയെ ഒന്നിലധികം തവണ ഈ പറയുന്ന SP-യും DYFIയും അടുത്ത കാലം വരെ കോട്ടക്കൽ സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു CIയും കൂടി പലതവണ ബലാത്സംഗം ചെയ്തു എന്നൊരു കേസ് പോലും ഉണ്ടായിട്ട് വാളെടുത്ത് ഈ പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരെ വെട്ടാൻ നടക്കുന്ന ലീഗിന്റെ നേതൃത്വത്തിന് സുജിത് ദാസ് ഇവിടെ 3 കൊല്ലം വിലസിയപ്പോ അയാൾക്കെതിരെ ഒരു പ്രക്ഷോഭം നടത്താൻ പറ്റിയില്ല, അയാളൊന്ന് സ്ഥലം മാറ്റാൻ പറ്റിയില്ല, അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റിയില്ല. ഇനി അൻവർ പറഞ്ഞിട്ടാണെങ്കിലും അൻവർ പറഞ്ഞപ്പോൾ ഉണ്ടായത്, അൻവർ നിലമ്പൂരിലെ ഒരു സമ്മേളനം നടത്തി. അതിനുശേഷം നിലമ്പൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി പ്രസംഗിക്കുന്നു എന്നുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലീഗുകാർ ഓർക്കുന്നുണ്ടാവും. KM ഷാജി നിലമ്പൂരിൽ പ്രസംഗിക്കുന്നു. യഥാർത്ഥത്തിൽ
അവിടുത്തെ യൂത്ത് ലീഗുകാരും അങ്ങനെ ഒരു സംഭവം, ഒരു സമ്മേളനമാണ് സംഘടിപ്പിച്ച് അതിന് KM ഷാജിയെ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ KM ഷാജിയുടെ ഡേറ്റ് വാങ്ങിയിട്ട് പോസ്റ്റർ ഉണ്ടാക്കിയത്. പക്ഷേ ആ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന്റെ 2ാം ദിവസം നമ്മൾ മറ്റൊരു വാർത്ത കേട്ടു. KM ഷാജി നിലമ്പൂരിൽ പ്രസംഗിക്കില്ല. കാരണമായി പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവ് ഷാജിയോട് നിലമ്പൂരിൽ പോയി പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന പ്രമുഖനായ നേതാവിനും ചില നേതാക്കൾക്കും പിണറായി വിജയനെ വേദനിപ്പിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഇതിന്റെ ഫോക്കസ് ആണെന്ന് അൻവർ മാത്രമല്ല വിളിച്ചു പറഞ്ഞത്. നമുക്കിടയിൽ വ്യവസായ രംഗത്തോ ബിസിനസ് രംഗത്തോ കുറച്ചെന്തെങ്കിലുമൊക്കെ പിടിപാടുള്ള കാര്യങ്ങൾ അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഇവരുൾപ്പെടുന്ന ഒരു ബിസിനസ് സംഘമാണ് കേരള രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവർ പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ നമ്മളെയൊക്കെ വിട്ടുകളാക്കിക്കൊണ്ട് CPM മുസ്ലിം ലീഗും അതിലെ ചില നേതാക്കളും പരസ്പര സഹകരണ സംഘങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ ഈ പറയുന്ന പോലീസ് സംഘം ഉൾപ്പെടെയുള്ളവർ എന്ത് വൃത്തികേട് കാണിച്ചാലും പ്രതികരിക്കാൻ തയ്യാറല്ല അവർ. കേരളത്തിലെ പോലീസിനെ പിണറായി വിജയൻ RSS പാട്ടത്തിന് കൊടുക്കുമ്പോ മുസ്ലിം ലീഗിന് അതൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഉപജാപക സംഘം, ഈ പറയുന്ന ഒരു കോക്കസും അവർ തമ്മിലുള്ള നെക്സസും ഞങ്ങൾ പറഞ്ഞു മാത്രമല്ല നമുക്കൊക്കെ അറിയുന്നതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രാദേശികമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാരായ ലീഗിനുൾപ്പെടെ നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തീരപ്രദേശത്തെ ആളുകൾക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കാൻ ഈ ലീഗിന്, ഇത്രയും കാലം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത ഇവിടുത്തെ സാധാരണക്കാരായ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് ചോദിക്കണം. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോ, പാർട്ടി സമ്മേളനങ്ങൾ വരുമ്പോ, വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടക്കുമ്പോ ഈ പറയുന്ന ഇവിടുത്തെ ഈ തീരപ്രദേശത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ പച്ച തുണി വാങ്ങിക്കൊടുത്ത് എന്തിനെന്നറിയാത്ത വിധത്തിലുള്ള ആഹ്ലാദങ്ങളോ അക്രമങ്ങളോ നടത്താൻ എരി കയറ്റി വിടുന്നതിനപ്പുറത്ത് കാലങ്ങളായി ജയിച്ചു പോകുന്ന മുസ്ലിം ലീഗിന്റെ MLA-മാരും MP-മാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടല്ലോ. ഈ പ്രദേശത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക്, തീരദേശ ആളുകൾക്ക് അവരുടെ ജീവിതോപാധികൾ മെച്ചപ്പെടുത്താൻ, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വ്യവസായം, ഒരു വാണിജ്യം, ഒരു സൗകര്യം ഈ പ്രദേശത്തുണ്ടോ? ഇതിലേക്ക് ആളുകൾ ചിന്തിക്കാൻ പാടില്ല. വൈകാരികമായ വിഷയങ്ങളിൽ ആളുകളെ തളച്ചിട്ടുകൊണ്ട് ഒരു വേള മുൻകാലങ്ങളിൽ CPM മുസ്ലിം ലീഗും പരസ്പരം വെട്ടിയും കൊന്നും തീ കൊടുത്തും ഈ പ്രദേശത്തെ എങ്ങനെയാണോ വൈകാരികമായി ചെറുപ്പക്കാരെ വിചിന്തനത്തിലേക്ക് നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അതിലേക്ക് തിരിച്ചു പോകണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോ ആ പാർട്ടിയുടെ മണ്ഡല നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ഇടപെട്ടുകൊണ്ട് സംഭവത്തെ അപലപിക്കാനും ആ തെമ്മാടി കൂട്ടത്തെ തള്ളിപ്പറയാനെങ്കിലും തയ്യാറാവേണ്ടതായിരുന്നുവെന്ന് ഞങ്ങൾ ആ പാർട്ടിയുടെ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ തയ്യാറായിട്ടില്ല. പോലീസോ ഇവിടെ ഈ പ്രതികളെ സഹായിക്കുന്നതിൽ ആരെയോ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഏതോ ഒരു അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതികൾക്ക് നിർലോഭം വിവിധ കേന്ദ്രങ്ങളിൽ താമസിക്കാനോ വിഹരിക്കാനോ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു പോലീസ്. ഈ പ്രതികൾ അസ്കരനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നുള്ള വിവരം പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇവർ തൃശൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്നുള്ളത് പോലീസിന് വിവരം കൊടുത്തിട്ടുണ്ട്. വേറെ ചില ആളുകൾ ഇനി എവിടെയുള്ളതെന്ന് വിവരം കിട്ടുമ്പോൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ ഒളിച്ചു കഴിയുന്നവരൊക്കെ ഒന്ന് ഓർത്തു നിൽക്കണം നല്ലതാണ്. അവിടെ നോക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് ഈ ഒരു തീരദേശത്തിന്റെ, ഈ പ്രദേശത്തിന്റെ സ്വാഭാവികമായ ഒരു രീതി അറിയാവുന്നതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാണ്. കാരണം അങ്ങനെ ഒരു അശാന്തി, ഒരു നിരന്തരമായ പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യം ഈ തീരദേശത്ത് നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ പാർട്ടി മുസ്ലിം ലീഗിനെ എതിർക്കാനോ മുസ്ലിം ലീഗിനെ ശത്രുവായി കണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു പാർട്ടിയല്ല. മുസ്ലിം ലീഗ് അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നിരന്തരമായി പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞങ്ങളുടെ വലിയ പാർട്ടി, നമ്മുടെ വലിയ പാർട്ടിയാണ്. 2000 പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങൾക്കുണ്ട്, അല്ലേ? 2000 പഞ്ചായത്ത് മെമ്പർമാർ വലിയ സാധനം പറയണല്ലോ ലീഗ്. 1948 മുതൽ ഈ 2025 ജനുവരി വരെ പ്രവർത്തിച്ചിട്ട് മുസ്ലിം ലീഗിനുള്ള നമ്മൾ വലിയൊരു സാധനമാണ് 2000 പഞ്ചായത്ത് മെമ്പർമാർ. എന്നാൽ എന്നെ ശ്രമിക്കുന്ന ലീഗുകാരുണ്ടെങ്കിൽ, യൂത്ത് ലീഗുകാരുണ്ടെങ്കിൽ, ലീഗിൽ വോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കേട്ടോ, 2009 മുതൽ ഈ 2025 വരെയുള്ള 15 കൊല്ലം കൊണ്ട് 688 പഞ്ചായത്ത് മെമ്പർമാരെ ഇന്ത്യ രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ നിന്നായി വിജയിപ്പിക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കൊടി പിടിച്ചുകൊണ്ട് അത് സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരടക്കമാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരടക്കം 688 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മെമ്പർമാരെ ഇക്കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന 2000 മണി വലിയ വലിപ്പുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ട് നല്ല ബോധമുള്ളപ്പോൾ നാളേക്ക് ഇന്ത്യ രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിൽ കൃത്യമായി ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലുമടക്കം 16 സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ലീഗിനെതിരെയല്ല. ഞങ്ങൾ അവിടെ പോകുമ്പോഴൊക്കെ പല സംസ്ഥാനത്തും ഈ സാധനത്തെ നോക്കാറുണ്ട്.
അത് കാണാറില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് മത്സരിക്കാൻ വരുമ്പോ നിങ്ങളുടെ പച്ചക്കൊടി കോൺഗ്രസിന്റെ കൊടിയുടെ കൂടെ കൂട്ടിക്കെട്ടുമ്പോ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ബിജെപിക്കാര് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിളിച്ചു പറയുന്നത്. അവിടെയൊന്നും ഈ ലീഗും ഇതിന്റെ പച്ചക്കൊടിയും കാണിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾ. അതുകൊണ്ടാണ് ആർഎസ്എസിനും ബിജെപിക്കും ഈ പച്ചക്കൊടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ജയിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന്റെ പതാക ഉപയോഗിച്ചു എന്ന് പച്ചക്കള്ളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിളിച്ചു പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുന്നത് അത് പാകിസ്ഥാന്റെ പതാക തന്നെയാണെന്ന് ഒരു സംശയവുമില്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൊടി അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് സമയം കിട്ടാത്തോണ്ടാ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വലുപ്പം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, കാസർഗോഡ് മുതൽ ചാവക്കാട് വരെയുള്ള വലുപ്പം 16 സംസ്ഥാനങ്ങളിൽ കൃത്യമായി ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെയുള്ള ഘടകങ്ങളും മറ്റ് 5 സംസ്ഥാനങ്ങളിൽ കൃത്യമായ സാന്നിധ്യത്തോടും കൂടെ ഇന്ത്യ രാജ്യത്തെ 21 സംസ്ഥാനങ്ങളിൽ ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഉറക്കെ വിളിച്ചാൽ സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ട്. 15 കൊല്ലം കൊണ്ട്, 48 മുതലല്ല, 15 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത് സകല തീവ്രവാദ ആരോപണവും പോലീസിന്റെ ഉരുക്കുമുഷ്ടിയും ജയിലും ഒക്കെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയിട്ടും കൂട്ടിക്കെട്ടുമെന്ന് നിങ്ങൾ വ്യാമോഹിച്ച സമയത്ത് ഞങ്ങളൊക്കെ പണിനിർത്തി ലീഗിന്റെ കൂടാരത്തിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ വ്യാമോഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിനെ പോലും മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് ഈ ആൺകുട്ടികൾ ഈ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ഒരാളെയും ലീഗിന്റെ കൂടാരത്തിലേക്ക് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകളുടെ സകല ഉരുക്കുമുഷ്ടികളും മുന്നിൽ വ്യാഘ്രമായി നിൽക്കുമ്പോഴും ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഈ തവണ നക്ഷത്രാങ്കി രക്തഹരിത പതാക പിടിച്ച ഒരെണ്ണത്തെ പോലും ഇതിൽ നിന്ന് നടത്തിയെടുത്ത് കൊണ്ടുപോകാൻ ലീഗിന്റെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തീരപ്രദേശത്ത് KMCC-ക്കാർ അയച്ചു കൊടുക്കുന്ന കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് വിചാരിച്ച് ഒരു പെണ്ണുപിടിയായ ഒരുത്തന്റെ നേതൃത്വത്തിൽ അയാൾ വിചാരിക്കുന്ന സകല തമാടിത്തരങ്ങളും കാട്ടിക്കൂട്ടി ഞങ്ങളെ ഒന്ന് മുക്കിൽ വലിച്ചു കയറ്റാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അത് പുറത്തെടുക്കണ്ട എന്ന് മാത്രമേ പറയൂ. ആംബുലൻസ് ഒക്കെ നല്ലതാണ്. ആംബുലൻസ് നിങ്ങൾ ഓടുന്നത് തിരൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരത്താവാം, CH ആശുപത്രിയുടെ പരിസരത്താവാം, ഇമ്പിച്ചിബാബ ആശുപത്രിയുടെ പരിസരത്തുമാവാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇങ്ങനെയുള്ള ചില ആളുകളുടെ വെക്കട്ട് കയറാൻ ഉപയോഗിക്കും. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഒരിക്കലും ഒരു സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലത്തും ഒരു പ്രശ്നവും ഉണ്ടാക്കി പരിചയമുള്ളവരല്ല. ഇനി അതിപ്പോ പറയുമ്പോൾ ചില ആളുകൾ വേണോ SDP-ന്റെ നേതാവുള്ളപ്പോ പറയുന്നത് ഞങ്ങളെ വെല്ലുവിളിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്യമായി വെല്ലുവിളിക്കുക. സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഞങ്ങളായിട്ട് പ്രശ്നമുണ്ടാക്കിയത് കഴിഞ്ഞ 2009 ശേഷം ഇന്നേ വരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇല്ല. ഞങ്ങൾ ഒരു സ്ഥലത്തും ഇന്ത്യ രാജ്യത്ത് പറഞ്ഞല്ലോ 21 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. രേഖകൾ വെച്ച് സംസാരിക്കാൻ തയ്യാറാവണം. ഇതിനടുത്ത ദിവസം ഇവിടെ മൈക്ക് കെട്ടിയിട്ട് ലീഗിന്റെ നേതാക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസംഗിക്കട്ടെ. ഞങ്ങളൊരു കലാപവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ പോലും ബോംബുണ്ടാക്കുമ്പോൾ പെട്ടി മരിച്ചിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗിന്റെ കുറെ ചെറുപ്പക്കാര് കോഴിക്കോട് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിലുമൊക്കെ പല സ്ഥലത്തും എന്തിനറിയാൻ ആർക്കറിയാനാണ് ഉണ്ടാക്കിയെന്നറിയില്ല, ബോംബുണ്ടാക്കുമ്പോ നിർമ്മാണത്തിന് പൊട്ടിച്ചെതിരെ സകല മർമ്മസ്ഥാനങ്ങളും പീസായി തെറിച്ച് മരിച്ചു വീണിട്ടുണ്ട്. സമാധാനത്തിന്റെ ലീഗിന്റെ പ്രവർത്തകര്, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ പോലും. കാരണം എന്താ? ഞങ്ങളുടെ പ്രവർത്തകർക്ക് ബോംബുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ ബോംബുണ്ടാക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. ഒരു കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഒരു നിരപരാധികളെയും വീടും ഞങ്ങൾ കത്തിക്കാൻ പോയിട്ടില്ല. നിങ്ങൾ ഈ തീരപ്രദേശത്ത് എന്തെല്ലാം കാട്ടിക്കൊണ്ടിട്ടുണ്ട് ലീഗുകാർ ചിന്തിക്ക്. നിങ്ങളും CPM-ഉം പരസ്പരം പോർ വിളിച്ചുകൊണ്ട് ഈ തീരപ്രദേശത്തിന്റെ ഉണ്ണിയാൽ മുതൽ ഇങ്ങോട്ട് ഇല്ലേ നിരപരാധികളുടെ 100 വീടുകൾ നിങ്ങൾ കത്തിച്ചിട്ടില്ലേ, കലത്ത് കളഞ്ഞിട്ടില്ലേ? അനിൽ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ. CPM-കാർ തട്ടിക്കൊണ്ടുപോയി 2 മണിക്കൂറുകളോളം വേദ്യം ചെയ്ത് കൊണ്ടുവരുന്ന ഷുക്കൂർ. നാഗാപേട്ട അസ്ലമിനെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ. CPM-മാർ കൊണ്ടുവരുന്ന അസ്ലമിനെ കുറിച്ച്, അഞ്ജുണി നിസാഖിനെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ. ഇല്ലേ? എന്ത് രാഷ്ട്രീയ ആദർശത്തിന്റെ പേരിലാണ് നിങ്ങൾ വോട്ട് വാങ്ങി പോകുന്ന മുസ്ലിം സമുദായത്തിന്റെ എന്തെങ്കിലും ഒരു വൈകാരികമായ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്തതിന്റെ പേരിലാണോ? ഏതെങ്കിലും ഒരു പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിന്നതിന്റെ പേരിലാണോ? RSS-മായി നേർക്കുനേരുന്ന ഏറ്റുമുട്ടിയത് പോട്ടെ വെല്ലുവിളിച്ചതിന്റെ പേരിലാണോ? അല്ല, സാധിക്കില്ല. നിങ്ങളുടെ നേതാവ് PK ഫിറോസ് എന്താ പറഞ്ഞത്? RSS-നെ നേരിടാൻ ഞങ്ങളെ കൊണ്ടുവച്ചില്ല, ലീഗിനെ കൊണ്ടുവച്ചില്ല. പിന്നാണോ SDP-നെ കൊണ്ടുവന്ന് ചോദിച്ചത്? SDP-നെ കൊണ്ട് പറ്റില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. RSS-നെതിരെ, ഫാസിസത്തിനെതിരെ, സംഘപരിവാർ ഫാസിസം ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതേതര മൂല്യങ്ങളും തകർത്തെറിയാൻ വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടുകൂടി പ്ലാനുകളോടുകൂടി മുന്നോട്ട് പോകുമ്പോ സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഞങ്ങൾ അതിനെതിരാണ്, ഞങ്ങൾ അതിന്റെ ശത്രുക്കളാണ് എന്ന് പറയാൻ പോലും ലീഗ് തയ്യാറായിട്ടില്ല. പകരം എന്താ? RSS വിവിധ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് സാമൂഹ്യ രംഗത്ത് സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായി ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള പരിപാടികൾ നടത്തുമ്പോ അവിടെ കൊണ്ടുപോയി പച്ച നാരങ്ങ വെള്ളവും പച്ച ലഡുവും കൊടുക്കാൻ ലീഗ് മുന്നിലുണ്ടാവാറുണ്ട്. ഈ പറയുന്ന റാഫിയുടെയും ഫാറൂഖിന്റെയും ഒക്കെ പേരിലുള്ള നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘത്തെ RSS-കാർ നിങ്ങൾ വോട്ട് വാങ്ങുന്ന മുസ്ലിം സമുദായത്തിനെതിരെ എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ നേരിടാൻ കാണുമോ? അവരുണ്ടാകുമോ? പോട്ടെ, ഈ പ്രദേശത്ത് ഒരു പള്ളി വെച്ചാൽ അതിന് നേരെ RSS വന്നാൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയാൻ ഈ പറയുന്ന ഗുണ്ടകൾ ഉണ്ടാക്കുമോ? ഉണ്ടായിട്ടുണ്ടോ? പകരം നമ്മൾ എന്താ കണ്ടത്? 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം ഓരോ ഡിസംബർ 6 ഇന്ത്യ രാജ്യത്തെ മുസ്ലിംമാരെയും മതേതര വിശ്വാസികളുടെയും ഭരണഘടനാ മൂല്യങ്ങൾ വിശ്വസിക്കുന്നവരുടെയും കണ്ണുനീരിന്റെ ഓർമ്മപ്പെടുത്തലായി ഓരോ ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട്
നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തുടനീളവും ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അങ്ങനെ വരുമ്പോ ഓരോ ഡിസംബർ 6-നും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞോളിയത്? 92-ൽ പൊളിച്ചു കളയപ്പെട്ട പള്ളിയുടെ പേരിൽ ഇനിയും എന്തിനാണ് നമ്മളിങ്ങനെ വൈകാരികത ഇളക്കിവിടുന്നത്? അതങ്ങ് മറന്നുകൂടെ? ഒരു ബാബരി മസ്ജിദ് പോയെങ്കിൽ അത് അയോധ്യയിലല്ലേ, ഫൈസാബാദിലല്ലേ, യുപിയിലല്ലേ, എന്തിനാണ് ഇവിടെ വൈകാരികത ഇളക്കി വിടുന്നത് എന്ന് പോലും ചോദിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നമ്മളോട് പലപ്പോഴും വേദിയായിട്ട് പ്രസംഗിച്ചത് എന്താ? ബാബരി പോയിക്കോട്ടെ. അത് സാദിഖലി തങ്ങൾ തന്നെ എന്താ പറഞ്ഞത്? ബാബരി മസ്ജിദിന്റെ വഖഫ് ഭൂമിയിൽ കോടതിയെ സ്വാധീനിച്ചുകൊണ്ട് RSS കൈക്കലാക്കിയ ആ വഖഫിന്റെ പാവനമാക്കപ്പെട്ട വഖഫ് ഭൂമിയിൽ സർക്കാരിന്റെ താശയോടുകൂടി ഉണ്ടാക്കിയ രാമക്ഷേത്രം യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾക്ക് ആരാധന അർപ്പിക്കാൻ പോലും അവിടെ സാധ്യമല്ല എന്ന് യഥാർത്ഥ വിശ്വാസികൾ പറയുമ്പോ അത് മതേതരത്വത്തിന് നല്ലതാണെന്നാ സാദിഖലി തങ്ങൾ പറഞ്ഞത്. ആ ക്ഷേത്രം മതേതരത്വത്തിന് നല്ലതാണ്. മാത്രമല്ല ലീഗിന്റെ പല നേതാക്കൾ പറഞ്ഞെന്താ? 92-ൽ ഒരു ആരാധനാലയ സംരക്ഷണ നിയമം ഉണ്ടാക്കിയിട്ട് 91-ൽ. അതുകൊണ്ട് ബാബരി മസ്ജിദിന് ശേഷം ഇനി ഒരു പള്ളിയുടെ നേർക്കും RSSO സംഘപരിവാർ ശക്തികളോ അവകാശവാദം ഉന്നയിച്ചു വരില്ല. ഇനി ഒരു പള്ളിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഞങ്ങളും കൂടെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് ഒരു ആരാധനാലയ സംരക്ഷണ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, പ്രസംഗത്തിലോ സോഷ്യൽ മീഡിയയിലോ. ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ സംഗതിയായി പറഞ്ഞ ആരാധനാലയ സംരക്ഷണ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ 14-ാമത്തെ പള്ളിയിൽ മിനിഞ്ഞാത് സർവേ നടത്താൻ കോടതികൾ ഇടപെട്ടിരിക്കുന്നു. കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. 25-ാം തീയതി വാദം കേൾക്കാൻ വെച്ചിരിക്കുന്നു. ആരാധനാലയ സംരക്ഷണ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പറഞ്ഞു വന്നത് സംഘപരിവാർ ഫാസിസത്തിനെതിരെയും ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ CPM-ന്റെ ഫാസിസ്റ്റ് അനുകൂല നിലപാടും രാജ്യത്ത് അപകടകരമായ സാഹചര്യത്തിലേക്ക് കേരളത്തിൽ പോലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വമെങ്കിലും മണ്ഡലം നേതൃത്വമെങ്കിലും അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നത് അപകടകരമാണെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തിരുത്താൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ തിരുത്തിക്കുന്നതുവരെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് ശ്രീ.